സൈദ്ധാന്തിക പ്രസ്ഥാനങ്ങൾ പോലും സമീപിക്കുക മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ജ്യോതിഷികളെയും ആയിരിക്കുമെന്നുള്ളത് ഏത് പൊട്ടനും അറിയുന്ന കാര്യമാണ്. കാരണം അവർക്ക് സമീപിക്കാതിരിക്കാൻ പറ്റില്ല. സമീപിക്കുന്ന അവർ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, അവരങ്ങനെ പോയിട്ടുണ്ട് എന്ന് എതിരാളി അറിയുമ്പോൾ അവനൊരു ഭയം വരുത്താൻ അത് സൗകര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ശാസ്ത്രീയമായി പഠിച്ച ആളുകൾ നിന്നു തരില്ല എന്ന് തോന്നുമ്പോൾ അതിൻ്റെ പ്രോക്സികളെ സൃഷ്ടിക്കേണ്ടി വരുന്നതും ഭരണകൂടങ്ങൾക്ക് എന്നും ആവശ്യമാണ്. രാഷ്ട്രീയപരമായി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും മറ്റ് ഈർക്കിലി പാർട്ടികളുടെ ആളുകളും ഒക്കെയുണ്ട്. ഇങ്ങനെയുള്ള തലങ്ങളിൽ ഒട്ടേറെ വ്യക്തികളാണ് ഈ സമൂഹത്തിൽ. ഇവർക്കൊക്കെ അതാതു പ്രസ്ഥാനങ്ങളുടെ ദർശനങ്ങളോടും അതാതു പ്രസ്ഥാനങ്ങളോടും 100% പ്രതിബദ്ധതയിലാണ് ഈ അനുഭാവികളും അതിൻ്റെ അംഗങ്ങളുമെന്ന് അങ്ങ് ധരിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ധരിക്കുന്നുണ്ട്. ഇല്ല, ഇന്ന് ഈ കാലത്ത് ധരിക്കുന്നില്ല. നമ്മുടെ രാജ്യം ഒരു സങ്കീർണ രാജ്യമാണ്. അതിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും എല്ലാം ഒരുപിടിയാണ്. മോൾ താഴെ വരെ ഒരുപിടി ഉദ്യോഗസ്ഥരാണ്. ഒരു ഉദ്യോഗസ്ഥ സമ്മേളനം വിളിച്ച് അതിനകത്തൊരു ചർച്ച നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഞാൻ എൻ്റെ ജാതിക്ക് വിരുദ്ധമായി വരുന്നുവെന്ന് വിദൂരമായി തോന്നുന്ന ഒരു കാര്യം പോലും എൻ്റെ ജാതിക്ക് ഉടനെ അറിവ് കൊടുക്കും. തീർച്ചയായും എൻ്റെ മതത്തിനൊരു ഉടനെ അറിവ് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലും നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എല്ലാം ഈ ഉപജാപക വൃന്ദങ്ങൾ ഓരോ മതത്തിൻ്റെയും ഓരോ ജാതിയുടെയും ഓരോ വർഗത്തിൻ്റെയും ഓരോ വർണ്ണത്തിൻ്റെയും കാര്യസാധ്യത്തിന് വേണ്ടി അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ളതും അവർക്കെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങളോടെല്ലാം നിരന്തരമായ ബന്ധമുണ്ടാവുമെന്നുള്ളതും ഏതൊരു പൊട്ടന് പോലും ബോധ്യമാകുന്ന കാര്യമാണ്. അതാണ് ഭരണകൂടത്തിൻ്റെ മൊത്തം സംവിധാനങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയല്ലോ ഇത്തരം. തീർച്ചയായും. മാത്രവുമല്ല, ഭരണകൂടങ്ങൾ പോകുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പോലും രാജഭരണകാലത്തേക്കാൾ മോശമായ തരത്തിൽ എതിരാളിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഭയപ്പെടുത്തുവാൻ നിലവിലുള്ള സങ്കേതങ്ങൾക്കപ്പുറം അദൃഷ്ടങ്ങളായ സങ്കേതങ്ങളെ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതും ഇവരുടെ പ്രശ്നമാണ്. തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും നൂതനവും ഏറ്റവും ശാസ്ത്രീയവുമായ ദർശനങ്ങളെ പിൻപറ്റി വന്നിട്ടുള്ള സൈദ്ധാന്തിക പ്രസ്ഥാനങ്ങൾ പോലും സമീപിക്കുക മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ജ്യോതിഷികളെയും ആയിരിക്കുമെന്നുള്ളത് ഏത് പൊട്ടനും അറിയുന്ന കാര്യമാണ്. അതെ, സമീപകാലത്ത് പത്രങ്ങളിലെ വിഷയമായിരുന്നു അത്. കാരണം അവർക്ക് സമീപിക്കാതിരിക്കാൻ പറ്റില്ല. സമീപിക്കുന്ന അവർ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, അവരങ്ങനെ പോയിട്ടുണ്ട് എന്ന് എതിരാളി അറിയുമ്പോൾ അവനൊരു ഭയം വരുത്താൻ അത് സൗകര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ശാസ്ത്രീയമായി പഠിച്ച ആളുകൾ നിന്നു തരില്ല എന്ന് തോന്നുമ്പോൾ അതിൻ്റെ പ്രോക്സികളെ സൃഷ്ടിക്കേണ്ടി വരുന്നതും ഭരണകൂടങ്ങൾക്ക് എന്നും ആവശ്യമാണ്. തീർച്ചയായും ഇന്നൊരു ഭരണകൂടം അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് സൃഷ്ടിച്ച ഭരണകൂടത്തിന് ഇന്നുള്ള ഭരണകൂടം സൃഷ്ടിച്ചതാണോ എന്ന സംശയം ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. ഞങ്ങളങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല എന്നത് വസ്തുതയാകാം. അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ കൂടി മുമ്പുള്ളവൻ ഇങ്ങനെ സൃഷ്ടിച്ചാണ് അവൻ്റെ ഒരു എതിരാളിയെ ഭയപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അത് തീർച്ചയായും ഇങ്ങനെ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു പരത്താൻ അവർ തയ്യാറാവുകയും ചെയ്യും. അതും ഒഴിവാക്കാൻ പറ്റില്ല. ഇത്തരം ഒരവസ്ഥിതിയിൽ സംഘടിത മതങ്ങളുടെ പ്രിവിലേജുകൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ലഭിക്കുന്നു. തങ്ങളിലെ തെറ്റ് ചെയ്തവരെ പുറത്തു കാണിക്കുമ്പോഴും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കപ്പെടുന്നു എന്ന വ്യാജേന നാളെ തെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും സംഘടിതമായി തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നവരുമായ ആളുകൾ സംഘടിക്കാനൊരു വഴിയാവും. അത് ഋണാത്മകമാണ്. അതിന് മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വാർത്തകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് ഇന്ന് ഹൈന്ദവ ആധ്യാത്മിക രംഗങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത അപ്പുറത്ത് കൊടുത്തിട്ട് കണ്ടില്ലേ എഴുതുന്നത് എന്തൊക്കെയാണെന്ന്. ഞങ്ങളെ നിർബന്ധിച്ചാൽ എഴുതാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ സംഘടിക്കേണ്ട സമയമായിരിക്കുന്നു. ഭരണാധികാരികളുടെ അന്തരാളങ്ങളിൽ നിന്ന് ഓരോ ആശ്രമങ്ങളിലേക്കും മിഷണറി പ്രവർത്തനം നടത്തുന്ന ഓരോ പ്രസ്ഥാനങ്ങളിലേക്കും വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉടനെ തന്നെ സംഘടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാതെ വരും.